നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് പ്രോഫിറ്റ് പെർ ഹവർ കൂട്ടുക എന്നുള്ളതാണ്. അതായത് നമുക്ക് എല്ലാവർക്കും ഹാംസ്റ്റർ കോമ്പാക്റ്റ് കളിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് മീൻസ് ടെലഗ്രാമിൽ കളിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാൻ സാധിക്കുന്നതാണ് പ്രോഫിറ്റ് പെർ ഹവർ കൂട്ടണം എന്നുള്ളത്. കാരണം കമ്പനി അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് എങ്ങനെയാണ് കൂട്ടുക, അതിന് കോയിൻസ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കോയിൻസ് കൂട്ടിയാൽ മാത്രമേ ഉള്ളൂ ഈ പ്രോഫിറ്റ് പെർ ഹവർ നമുക്ക് കൂട്ടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ്, അത് തമ്മിലുള്ള ഒരു ലിങ്ക് എങ്ങനെയാണ്, ഈ രണ്ട് കാര്യങ്ങളും എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമുക്ക് കോയിൻസ് എങ്ങനെ വർദ്ധിപ്പിക്കാം, അതുവഴി പ്രോഫിറ്റ് പെർ ഹവർ എങ്ങനെ കൂട്ടാം. ഇതിന് പുതിയ കുറച്ച് മെത്തേഡുകളൊക്കെ ഉണ്ട്. ആ മെത്തേഡുകൾ ഫോളോ ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോഫിറ്റ് പെർ ഹവർ കൂട്ടാൻ സാധിക്കുന്നതാണ്. അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെലഗ്രാമിലെ ഹാംസ്റ്റർ കോമ്പാക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇനി അഥവാ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ടെലഗ്രാമിലേക്ക് വരും. എന്നിട്ട് ഇത്തരത്തിൽ ഓപ്പൺ ആയി കിട്ടും. ഈ ഓപ്പൺ ആയി കിട്ടുന്ന സമയത്ത് നമ്മൾ പ്ലേ ബട്ടൺ ആണ് അമർത്തേണ്ടത്. സൈഡിൽ കാണുന്ന പ്ലേ അമർത്തുന്നു. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മൈൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള കോയിൻസുകളാണ്. 2.23 മില്യൺ ആണ്. അത് താങ്ക് യു ബിങ്കെക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് ആ കോയിൻസ് കൂടെ നമ്മുടെ ഹോമിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാം 3 ടാബുകൾ കാണാൻ സാധിക്കും. അതിലൊന്ന് ഡെയിലി റിവാർഡ്, നമുക്ക് ഡെയിലി കിട്ടുന്ന റിവാർഡാണ്. ഡെയിലി സൈഫർ കോഡ് അടിച്ച് നമ്മൾ നേടുന്നതാണ്. മൂന്നാമത്തത് ഡെയിലി കോംബോ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ അതും കിട്ടും. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാവും. നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിലോ അതേപോലെ തന്നെ വാട്സപ്പ് ചാനലിലോ ചേർന്നിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്, ചേരുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡെയിലി സൈഫർ കോഡ് ഓരോ ദിവസവും കിട്ടുന്നതാണ്. ഡെയിലി കോംബോയും എന്താണെന്നുള്ളത് അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇന്ന് നമ്മൾ എങ്ങനെയൊക്കെ കോയിൻസ് കൂട്ടാം, അതേപോലെ തന്നെ എങ്ങനെ പ്രോഫിറ്റ് പെർ ഹവർ മുകളിൽ നിങ്ങൾക്ക് 3.13 മില്യൺ എന്ന് കാണിക്കുന്നുണ്ട്, അത് കൂട്ടാം എന്നുള്ളത് നോക്കാവുന്നതാണ്. അതിനാണ് ഇന്നത്തെ ഈ വീഡിയോ. ആദ്യം തന്നെ ഡെയിലി റിവാർഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ കുറച്ച് ടാസ്കുകൾ ഉണ്ടാവും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതാണ്. ഡെയിലി റിവാർഡ് എന്ന് പറയുന്നത് ഓരോ ദിവസവും നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അറിയാം ഇത്തരത്തിൽ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്നുണ്ട്. അത് 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒന്നിന്ന് തന്നെ തുടങ്ങുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് അത് ഓരോ ദിവസവും എടുക്കാൻ സാധിക്കും. ഇനി നാളെ ഞാൻ നോക്കുന്ന സമയത്ത് ഡേ 10 എന്നുള്ളത് ഓപ്പൺ ആയി കിട്ടും. അത് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കും. അത് ക്ലോസ് ചെയ്യുന്നു. അതേപോലെ ഇവിടെ ടാസ്ക് ലിസ്റ്റ് ഉണ്ട്. ടെലഗ്രാം ചാനലിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇത്ര കിട്ടും. അതേപോലെ തന്നെ എക്സ് അക്കൗണ്ടിൽ ചേർന്ന് കഴിഞ്ഞാൽ 5 കിട്ടും. ഇങ്ങനെ കുറച്ച് ടാസ്കുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. യൂട്യൂബ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കിട്ടും. ഇതൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞതാണ്, അതാണ് ടിക്ക് മാർക്ക് കാണിക്കുന്നത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് കോയിൻസ് കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ സാധിക്കും. ഹോമിലേക്ക് തന്നെ വരുന്ന സമയത്ത് ഇവിടെ ഡെയിലി സൈഫർ കോഡ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ സൈഫർ കോഡ് അടിച്ച് നമുക്ക് ഈ ഒരു ഇവിടെ കാണുന്ന ഈ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു കോയിൻ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ മൂന്നാമത്തെ രീതി ഡെയിലി കോംബോ ആണ്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 ടാസ്കുകൾ ദിവസം തരും. ആ ടാസ്കുകൾ ഏതാണ് എന്നുള്ളത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് ഇവിടെ ഓരോന്നും ലെവൽ ഒറ്റ പ്രാവശ്യം അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്നതാണ്. അതായത് താഴെ കാണുന്ന ഈ ഒരു കോംബോകളൊക്കെ ഇത് ലെവൽ നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ ചെയ്തതാണ്. ലെവൽ 18 ആയിട്ടുണ്ട്. ഇത് ഇനി 10 മില്യൺ കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ CEO എന്ന് പറയുന്ന ഈ ഒരു കോംബോ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. അതായത് 18 ലെവലിൽ നിന്നും 19ലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് പെർ ഹവർ എത്ര കിട്ടുമെന്ന് നോക്കാം. ഇവിടെ കാണിക്കുന്ന 3.4K എന്ന് പറയുന്നത് ടോട്ടലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് പെർ ഹവർ ആണ്. അത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ താഴെ കാണുന്ന കോയിൻസ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര പ്രോഫിറ്റ് പെർ ഹവർ കൂടും എന്നുള്ളത് മനസ്സിലാകും. ഇവിടെ +338 എന്നാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് പെർ ഹവർ ഇത് ഒരു ലെവൽ അപ്പ് ചെയ്യുന്ന സമയത്ത് 338 കൂടെ നമുക്ക് പ്രോഫിറ്റ് പെർ ഹവർ കൂടി കിട്ടുന്നതാണ്. അതായത് പ്രോഫിറ്റ് പെർ ഹവർ കാണണമെങ്കിൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് പെർ ഹവർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ടാകും. നമ്മൾ അതിപ്പോൾ അപ്പ് ലെവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇനി
ഈ കാണുന്ന 338 എന്നുള്ളതും കൂടെ ഇവിടെ ആഡ് ആകുന്നതാണ്. 338ഉം അവസാനം കാണുന്ന ഈ 314 ഉണ്ടല്ലോ, അത് 338ഉം കൂടെ കൂടും. അപ്പൊ ടോട്ടല് നമുക്ക് അവിടെ 652 ആകും. അതായത് ടോട്ടലായിട്ട് 3,01,3,4,6,5,2 എന്ന ഡിജിറ്റിലേക്ക് മാറുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ഒരു രീതിയിൽ ഈ പറയുന്ന പ്രോഫിറ്റ് പെർ അവർ കൂട്ടുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ 10 മില്യൺ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും ഇത് അപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഒരിക്കലും അത് ചെയ്യാതിരിക്കുക. കാരണം ഞാനിത് തുടങ്ങിയ സമയത്ത് കുറച്ച് ടാബുകളെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ ലെവലൊക്കെ കൂട്ടിയിട്ടുള്ളത്. നമുക്കിപ്പോൾ പുതിയ ഒരു ടാബ് കൂടെ മുകളിൽ വന്നിട്ടുണ്ട്. വെബ് 3 എന്ന് പറയുന്ന ഈ ഒരു ടാബ്, അതായത് 4ാമത് കാണുന്ന ഈ ടാബ് പുതുതായിട്ട് വന്നതാണ്. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ 10 മില്യൺ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് കിട്ടുന്ന കോയിൻസ് 10 മില്യൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 338 മാത്രമേ നമുക്ക് പ്രോഫിറ്റ് പെർ ഹവർ കൂട്ടാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നിങ്ങൾ ഇത് മറ്റൊന്നെടുത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ 10 338 ഈ ഡിജിറ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. നേരെ താഴേക്ക് പോയി ഇതൊക്കെ നമുക്ക് ഇതേ രീതിയിൽ കൂട്ടാൻ പറ്റും. പക്ഷെ ഇപ്പോൾ നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് ഈ ഒരു ഡാറ്റാ സെന്റർ ടോക്കിയോ, ഇത് കൂടുതലാണ്. കാരണം ഞാൻ ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. 145 മില്യൺ വരെ, അതായത് 15 ലെവൽ വരെ എത്തിയ സമയത്ത് ഇനി നമ്മൾ 145 മില്യൺ കൊടുക്കണം. പക്ഷേ അന്നപ്പോൾ നമുക്ക് 17.93K പ്രോഫിറ്റ് പെർ അവർ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റേതിൽ നിന്നും ഒരുപാട് മാറ്റം ഇതിനുണ്ട്. കാരണം കൂടുതൽ പ്രോഫിറ്റ് പെർ അവർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതായത് 15 ലെവലായിട്ടും നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് പെർ അവർ കിട്ടുന്നുണ്ട്. അപ്പം ഇതിലും കൂടുതൽ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട്, അതായത് ഏറ്റവും മുകളിൽ കാണുന്ന PRN ടീം, മാർക്കറ്റ്, ലീഗല്, വെബ്3 സ്പെഷ്യൽസ്, ഇങ്ങനെയുള്ള കാറ്റഗറി ആണല്ലോ ഇവിടെ ഉള്ളത്. അതിൽ നമ്മൾ മാർക്കറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്തും ഇതേ രീതിയിൽ തന്നെയാണ് ഏകദേശം വരുന്നത്. കാരണം കുറഞ്ഞ പ്രോഫിറ്റ് പെർ അവറേ ഇതിന് കിട്ടുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ജസ്റ്റ് വെബ്3 സ്പെഷ്യൽസിലോ പോയി നോക്കുക. വെബ്3 നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ 1 വന്നിട്ടുള്ളൂ. ഇന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനും നോക്കാനും പോകുന്നത്. കാരണം ഈ വെബ്3 വന്നിട്ടുള്ള ഒരൊറ്റ ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, ഇപ്പം തന്നെ ഞാൻ അത് ലെവൽ 9 ആക്കിയിട്ടുണ്ട്. കാരണം ക്ലിക്ക് ചെയ്ത് ലെവൽ അപ്പ് ചെയ്ത് കൊണ്ടുപോയതാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് +5.52K കിട്ടുന്നുണ്ട്. അതായത് ഇവിടെ 1 മില്യൺ ആയ സമയത്ത് നമുക്ക് ഇത്ര കിട്ടുന്നുണ്ടെങ്കിൽ അത് കൂട്ടുന്നതിനനുസരിച്ച് ഇതിൻ്റെ പേഴ്സൻറ്റേജ്, മീൻസ് നേരത്തെ കണ്ടതിൽ നിന്നും എത്രയോ മാറ്റമുള്ള ഒരു പെർസെൻറ്റേജ് ആണ്. കാരണം ഒരുപാട് പ്രോഫിറ്റ് പെർ അവർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ മാക്സിമം കൂട്ടുക. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ പ്രോഫിറ്റ് പെർ അവർ കൂട്ടേണ്ടത്. ഇപ്പം ഞാനത് 9ാമത്തെ ലെവലിലേക്ക് മാറ്റിയ സമയത്ത് ഇതിൽ ടൈമർ കാണിക്കുന്നുണ്ട്. ഇനി എനിക്ക് 12 മിനിറ്റ് കഴിഞ്ഞാലേ ഉള്ളൂ ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ചെയ്യും. ഓക്കെ, അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ സ്പെഷ്യൽസിൽ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് പുതിയ ന്യൂ കാർഡ്സ് എന്ന് പറഞ്ഞ് പുതിയ കാർഡുകൾ വരും. അത് ജസ്റ്റ് ന്യൂ കാർഡ്സിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണുന്നതാണ്. മൈ കാർഡിൽ ഇപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള കാർഡാണ് ഇവിടെ ആദ്യം കാണിക്കുന്നത്. ഇവിടെ ലെവൽ 1 എന്ന് കാണുന്നുണ്ട്. അതായത് ഞാൻ ലെവൽ 1ലേക്ക് അപ്പ് ചെയ്തതാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഇത് നോക്കുന്ന സമയത്ത് ഇനി അടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ ഇത്ര കോയിൻസ് നമ്മൾ കൊടുത്താൽ മതി. കാരണം ചുരുങ്ങിയ കോയിൻസ് മതി ഇവിടെ. ഇപ്പം 22.05K എന്ന് പറയുന്നത് കുറഞ്ഞ കോയിനാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ 1.61K കിട്ടും. അപ്പം അതും പേഴ്സൻറ്റേജ് നേരത്തെ പറഞ്ഞതിലും ഒരുപാട് കൂടുതലാണ്. അപ്പം അതും നിങ്ങൾ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. അതിനൊരു ടൈമറും കൂടെ കാണിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ടാബ് ഇവിടെ നിന്ന് പോകാൻ 159 മണിക്കൂർ 15 മിനിറ്റ് 33 സെക്കൻഡ് ഈ സമയം ഇങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ ഈ കാണുന്നത്. പക്ഷെ മറ്റേത് നമ്മുടെ അപ്ഡേഷൻ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യേണ്ട ടൈമാണ്. 1 മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ലെവലിലേക്ക് ആക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ അതിൻ്റെ താഴെ മറ്റൊരു ടാബ് കൂടെ ഉണ്ട്. ഇത് അതിൻ്റെയും കുറച്ച് മുമ്പേ വന്നതാണ്. അപ്പം ഇതും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് 9 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് ലെവൽ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഇതിനും അതേപോലെ തന്നെ പ്രോഫിറ്റ് പെർ ഹവർ കൂടുതലാണ്. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്കറിയും. ഇവിടെ ഈ ഒരു കോയിൻസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 5.52K ആണ് കിട്ടുന്നത്.
അപ്പോൾ നേരത്തേതിൽ പറഞ്ഞതിൽ നിന്നും ഒരുപാട് കൂടുതലാണ് നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നത്. അപ്പം ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം ഈ സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഈ പറയുന്ന 159 മണിക്കൂർ മാത്രമേ ഇതുള്ളൂ. അതിൽ മാക്സിമം നമ്മൾ ചെയ്തു വെക്കുക. ഇവിടെ താഴെ കാണുന്ന ഇതിനും ടൈമർ ഉണ്ട്, പക്ഷേ അതിലും ടൈമർ ഇല്ലാത്ത കാര്യങ്ങളുണ്ട്. താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ടൈമർ ഇല്ലാത്ത കാര്യങ്ങളുണ്ട്. ഇവിടെ ടൈമർ ഉള്ളത് ഇവിടെ ഒന്നുണ്ട്, പക്ഷെ അത് നോക്കുന്ന സമയത്ത് നേരത്തെ നമ്മൾ ചെയ്തത് മുകളിൽ കൊടുത്തിട്ടുള്ള അതിനേക്കാട്ടിലും കുറച്ച് കുറവാണ്. അത് 120 മില്യൺ നമ്മൾ കൊടുക്കണം. 120 മില്യൺ കൊടുത്താലും നമുക്ക് ഇത്രയേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്കുക. 3.79 കിട്ടുന്നുള്ളൂ, പക്ഷെ അതിലും കൂടുതൽ നമ്മൾ മുകളിൽ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കോയിൻസും കുറവാണ്. അപ്പം അതിനനുസരിച്ച് വേണം നമ്മൾ ഇത് ട്രൈ ചെയ്യാൻ. കാരണം ഈ പറയുന്ന മുകളിലുള്ള രണ്ടെണ്ണം ഇപ്പൊ പുതിയത് വന്നത് ഏറ്റവും കൂടുതലാണ്. അത് നമ്മൾ മാക്സിമം ചെയ്യുക. താഴെയുള്ള ഈ ഒരു കാര്യത്തിന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും 120 മില്യൺ കൊടുത്താലും 3K മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാൻ അത് ചെയ്യുന്നതിലും നല്ലത് മുകളിലുള്ളത് ചെയ്യുന്നതാ. ഇനി മുകളിലുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോയിൻസ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് 8 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഇനിയും അപ്ഗ്രേഡ് ചെയ്യണം എനിക്ക്. അപ്പോൾ 487K കൊടുത്താൽ മതി. എങ്കിലും ബാക്കിയുള്ളത് എനിക്ക് അടുത്തതിലേക്ക് എടുക്കാൻ പറ്റും. ഈ പറയുന്ന മുകളിലുള്ളതും 1 മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കോയിൻസ് ഇല്ലാത്ത ഒരവസ്ഥ വരരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് അവിടെ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന ഈ ഒരു കോയിൻസ് നമ്മൾ അതിനു വേണ്ടി വെച്ചതാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് നമ്മൾ ന്യൂ കാർഡ്സ് ക്ലിക്ക് ചെയ്ത് നോക്കുക, അതിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത്. എത്രയും പെട്ടെന്ന് അതാക്കുന്നോ അത്രയ്ക്കും സമയം നമുക്ക് ലാഭമാണ്. കാരണം അത്രയ്ക്കും സമയം കൂടുതൽ നമുക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള സമയമായിട്ട് കിട്ടും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ കുറേ കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിൽ പിന്നെ ബാക്കി ബാലൻസ് ഉള്ള ആ സമയം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അത് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാ ദിവസവും നമ്മൾ ആ ന്യൂ കാർഡ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഈ പറയുന്ന പ്രോഫിറ്റ് പെർ അവർ കൂട്ടാൻ സാധിക്കും. ഓക്കെ, അതേപോലെ ബാക്കി കാണുന്ന PRN ടീം, മാർക്കറ്റ്സ്, ലീഗൽ, ഈ 3 കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഡെയിലി ടാസ്കുകളിൽ വരുന്ന, അതായത് നമുക്ക് 3 ടാബുകൾ നമുക്ക് ലെവൽ അപ്പ് ചെയ്യേണ്ടതുണ്ട് ഓരോ ദിവസവും. അപ്പം ഈ ഡെയിലി കോംബോ എന്ന് പറയുന്ന ഈ കോയിൻസ് റിവാർഡായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഈ 3 ടാബുകളും ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. PR ടീം, മാർക്കറ്റ്സ്, ലീഗൽ. അത് ചിലപ്പോൾ ചില ടാബുകൾ Web3ലും സ്പെഷ്യൽസിലും വരും. ആ ടാബ് നമ്മൾ 3 എണ്ണവും എന്തായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അതിലുള്ള ആ ഒരു ബെനിഫിറ്റ് കൂടെ കിട്ടുന്നത് കൊണ്ടാണ്. അപ്പോൾ ചുരുങ്ങിയ കോയിൻസും നമ്മൾ ഇവിടെ കൊടുത്താൽ മതിയാകും. ഇത് നമ്മൾ ഇപ്പോഴേ അപ്പായിട്ട് അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കോയിൻസ് നമുക്ക് കൊടുക്കാനും അല്ലെങ്കിൽ കോയിൻസ് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയും വരും. അതുകൊണ്ട് നമ്മൾ ഇത് ലെവൽ കൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കാതിരിക്കുക. മാക്സിമം ഇവിടെ Web3യും സ്പെഷ്യൽസും മാത്രം കൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതേക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. അതേപോലെ തന്നെ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്ന ഇവിടെ മുകളിലുള്ള നമ്മുടെ ലെവൽ കാണിക്കുന്നുണ്ട്. 11 ലെവലാണ് ടോട്ടൽ ആയിട്ടുള്ളത്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം നമ്മൾ ഏത് ലെവലിലാണ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഞാനുള്ളത് ഗ്രാൻഡ് മാസ്റ്ററിലാണ്. ആ ഒരു ലെവലിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ആളുടെ പേരാണ് ആദ്യം കാണിക്കുന്നത്. അവർ നോക്കണം 4 മില്യൺ ആണ് അവർക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും താഴെ 100ാമത്തെ ലെവലിലുള്ള ആള് ആണ് കാണിക്കുന്നത്. അതായത് ഈ ലെവലിൽ 100ാമത്തെ ലെവലിൽ നിൽക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അവർക്ക് കിട്ടിയിട്ടുള്ളത് 3,706,949 ആണ്. എനിക്ക് കിട്ടിയിട്ടുള്ളത് 3,134,314 ആണ്. അപ്പം ഇതിലേക്ക് വലിയ അന്തരങ്ങളൊന്നുമില്ല. ഈ ലെവലിൽ എനിക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. ഞാനത് നോക്കാത്തത് കാരണം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ലാഭം വേണം. അതായത് കോയിൻസ് കൊടുക്കുന്നതിലും അതേപോലെ തന്നെ പ്രോഫിറ്റ് പെർ ഹവർ കൂട്ടുന്നതിലും ലാഭം വേണം. എന്നാലേ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ അത് അവിടെ പിടിച്ചിരുത്തി വെച്ചിരിക്കുകയാണ്. നേരെ നമ്മൾ മുകളിലേക്ക് തന്നെ വരുന്നു. ലെവലുകളെ പറ്റി ഒന്ന് പറഞ്ഞു തരാം. ഇതിൽ ഗ്രാൻഡ് മാസ്റ്റർ ലെവലിലാണല്ലോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ പിറകോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഏരോ കീ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ലെവലിലേക്ക് എത്തുന്നതാണ്. ഏറ്റവും ആദ്യം വരുന്നത് ബ്രോൺസ് ലെവലാണ്. ഈ ബ്രോൺസ് ലെവലിൽ ഇപ്പം 32,000 കിട്ടിയിട്ടുള്ള ആളുകളെ തൊട്ടിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ ടോപ്പ് വന്നിട്ടുള്ളത് 32,000 ആണ്.
അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 100 ആളെ പേരുകൾ കാണിക്കും. അതായത് തുടക്കക്കാരാണ് ഇതിലൊക്കെ ഉണ്ടാവുക. അതായത് ഫ്രം 0 എന്നിവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഉള്ള ആ ഒരു ലെവലാണ് ബ്രോൺസ് എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് പോകുന്ന സമയത്ത് സിൽവർ എന്ന് പറയുന്ന അടുത്ത ലെവലാണ്. അത് ഫ്രം 5K ആണ്. അതായത് 5Kയുടെ മുകളിലേക്ക് നമുക്ക് ഉണ്ടെങ്കിൽ സിൽവർ പൊസിഷനിലെത്തും. അടുത്ത ലെവല് ഫ്രം 25K ആണ്. അത് ഗോൾഡ് ലെവലാണ്. അതായത് 25Kക്ക് മുകളിലുള്ള ആളുകളൊക്കെ ഇതിലുണ്ടാകും. അതേപോലെ തന്നെ അടുത്ത ലെവല് ഗോൾഡ് കഴിഞ്ഞാൽ പ്ലാറ്റിനമാണ്. 100Kക്ക് മുകളിലുള്ള ആളുകളൊക്കെ ഈ ഒരു ലെവലിൽ എത്തും. പക്ഷേ ഈ 100K എന്ന് പറയുന്നത് നമ്മുടെ കോയിൻസിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ പ്രോഫിറ്റ് പെർ ഹവർ കൂടുതലുള്ള ആളുകളെയാണ് അവർ ടോപ്പിലായിട്ട് കാണിക്കുന്നത്. ഓക്കെ, പ്ലാറ്റിനം 100Kന്റെ മുകളിലാണെങ്കിൽ ഇവിടെ ഉണ്ടാകും. അടുത്ത ലെവല് ഡയമണ്ട് ആണ്. 1 മില്യന്റെ മുകളിൽ കോയിൻസ് ഏൺ ചെയ്ത ആളുകളൊക്കെ ഡയമണ്ട് എന്ന് പറയുന്ന ഈ സെക്ഷനിൽ ഉണ്ടാകും. അതിൽ ഏറ്റവും ടോപ്പ് എത്തുന്നത് കൂടുതൽ പ്രോഫിറ്റ് പെർ ഹവർ ഉള്ള ആളായിരിക്കും. ഇതിൽ 100 എണ്ണമാണ് കാണിക്കുക. ജസ്റ്റ് അടുത്തത് പോകുന്നു. എപ്പിക് ആണ്. 2 മില്യന്റെ മുകളിലുള്ള ആളുകളൊക്കെ ഇവിടെ കാണിക്കും. ലെജൻഡറി എന്ന് പറയുന്നതിൽ 10 മില്യണിൽ മുകളിലുള്ള ആളുകളൊക്കെ കാണിക്കും. മാസ്റ്ററിൽ 50 മില്യണിൽ മുകളിലുള്ള ആളുകളെയാണ് കാണിക്കുന്നത്. ക്ഷമിക്കണം, ഞാൻ എൻ്റെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ടൈമർ വെച്ചിട്ടുണ്ടായിരുന്നു. മൈനിൽ പോകുന്നു. ഇപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ സ്പെഷ്യലിൽ പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ 2 കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ അത് അപ്ഗ്രേഡ് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഗോ എഹെഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. 5.52K നമുക്ക് കിട്ടും. അതുകൊണ്ട് അത് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ പിന്നെയും അതേപോലെ തന്നെ 2 മണിക്കൂർ കഴിയണം ഇനി അടുത്തത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ടൈം നമുക്ക് എത്രയാണ് എന്നുള്ളത് നോക്കിയിട്ട് ടൈമർ വെക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പം 2 മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് ടൈമർ എൻ്റെ മറ്റൊരു ഫോണിൽ ഞാൻ ടൈമർ വെച്ചതാണ്. 2 മണിക്കൂർ കഴിഞ്ഞാൽ എന്നെ അത് അറിയിക്കും. അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഇത് അപ്ഗ്രേഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് പെർ അവർ കൂട്ടാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ അത് കൂടിയിട്ടുണ്ടാവും. നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഒരു സംഖ്യ ഇവിടെ കൂടിയിട്ടുണ്ടാകും. ഓക്കെ, നേരെ നമ്മൾ ഗ്രാൻഡ് മാസ്റ്ററിലേക്ക് തന്നെ പോകുന്നു. നേരത്തെ പറഞ്ഞത് മാസ്റ്റർ ആയിരുന്നു നമ്മൾ പറഞ്ഞു വെച്ചത്. അടുത്തത് ഇപ്പം ഞാൻ നിലവിലുള്ള ലെവലാണ്. അതായത് 1 ബില്യൺ വരെ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ലെവലിൽ നമ്മൾ നിൽക്കും. ഇനി 1 ബില്യണിൽ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് ലോഡിലേക്ക് മാറുന്നതാണ്. ഒരു ലെവൽ കൂടിയാണ് അവസാനമായിട്ടുള്ളത്. ക്രിയേറ്റർ എന്ന് പറയുന്ന ഈ ഒരു ലെവലിൽ 18 ബില്യണിൽ മുകളിലുള്ള ആളുകളെ ഇതിലേക്കാണ് ചേർക്കുന്നത്. ഈ ലെവലിലാണ് ഉണ്ടാവുക. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഏറ്റവും വലുത് ഏതാണ് എന്ന് ചോദിച്ചാൽ ക്രിയേറ്റർ എന്ന് പറയുന്ന 18 ബില്യന്റെ മുകളിലുള്ള ആളുകളാണ് ഇതിലുള്ളത്. ഇതിൽ കുറഞ്ഞ ആളുകളെ ഉള്ളൂ. കാരണം 6 ആളുകളെ ഉള്ളൂ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇതിൽ തന്നെ പ്രോഫിറ്റ് പെർ ഹവർ കൂടുതലുള്ള ആളാണ് ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്നത്. അവർക്ക് 4.something ഉള്ളൂ പ്രോഫിറ്റ് പെർ ഹവർ. നേരത്തെ ഞാൻ പറഞ്ഞു എനിക്ക് 3.something പ്രോഫിറ്റ് പെർ ഹവർ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇതിൽ തന്നെ ഏറ്റവും താഴെ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് NT എന്ന് പറയുന്ന ഇവർക്ക് 6ാം സ്ഥാനത്ത് നിൽക്കുന്ന ക്രിയേറ്റർ ലെവലിലുള്ള ആൾക്ക് വെറും 41,815 പ്രോഫിറ്റ് പെർ ഹവർ മാത്രമേ ഉള്ളൂ. അപ്പം ഇവർ ചെയ്തിട്ടുണ്ടാവുക, അവർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് തീരെ പ്രോഫിറ്റ് പെർ ഹവർ കൂട്ടാതെ അവരുടെ കോയിൻസ് മാത്രം കൂട്ടി വെച്ചിട്ടുണ്ടാകും. അവ കൂട്ടി വെക്കുന്നതിനനുസരിച്ച് ഈ പറയുന്ന 18 ബില്യണിൽ മുകളിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ 18 ബില്യണിൽ മുകളിൽ വന്ന സമയത്താണ് അവർ ഇവിടെ എത്തിയിട്ടുള്ളത്. പക്ഷേ ഇവർക്ക് ഇനി പ്രോഫിറ്റ് പെർ ഹവർ കൂട്ടണമെങ്കിൽ ഈ ഒരു 4Kന്റെ അടുത്ത് എത്തണമെങ്കിൽ ഒരുപാട് അവർ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും ഓരോ ലെവലുകളും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് പ്രോഫിറ്റ് പെർ ഹവർ ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ക്രിയേറ്റർ ലെവലിൽ എത്തിയാൽ അത്രയ്ക്ക് നന്ന്. അതിൽ എത്താൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. ക്രിയേറ്റർ ലെവലിൽ എത്തിയിട്ട് പ്രോഫിറ്റ് പെർ ഹവറും ഈ ഒരു 4.8Kന്റെ മുകളിൽ എത്തിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ എന്തായാലും അതിലേക്കുള്ള ഒരു യാത്രയിലാണ്. അത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ വീഡിയോ, അതായത് ഈ ഒരു ക്രിയേറ്റർ ലെവലിൽ എത്തി 4.something നേടി ഈ ഒരു ആദ്യത്തെ ആളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും ചെയ്യുന്നതാണ്.
ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു വരുന്നത്. ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള നല്ല ഒരു വീഡിയോയുമായി, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.